അങ്ങനെ വലിയ പെരുന്നാളൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടൂറ് പോയിട്ടോ. ടൂറ് എന്നൊന്നും പറയാനില്ല, നമുക്ക് തൊട്ടടുത്ത സ്ഥലം തന്നെയാണ്. നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. എന്നാലും നമ്മളൊരു ഔട്ടിങ് എന്നുള്ള രീതിയിൽ പോകുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും സുഖമൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ പോയതാണ്. ഇത് ബാണാസുര മൗണ്ടൻ വ്യൂ ആട്ടോ റിസോർട്ട് വരുന്നത്. അവിടത്തേക്കാണ് പോയത്. അവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി കേട്ടോ. എന്താ വെച്ചാൽ പെരുന്നാൾക്ക് എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ വീട്ടിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കയറി അവിടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. അങ്ങനെ ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ റിസോർട്ടിലെത്തുന്ന സമയത്ത്. അങ്ങനെ റിസോർട്ടിലെത്തിയിട്ട് റൂം നോക്കാൻ അവിടുത്തെ ചേട്ടൻ്റെ റിസോർട്ട് നോക്കാൻ റൂമൊന്നും പറയാമല്ലോ, റിസോർട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ്റെ കൂടെ പോവുക കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്തോരം മടി പിടിച്ചു പോയി. എന്ത് മടിയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു മടി പിടിച്ച് പോയതുകൊണ്ട് ഒരുപാട് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. ഉള്ളതെല്ലാം കൂടി വെച്ചിട്ടൊരു വ്ളോഗാക്കി ഇടാമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഇതിലൊരു കബോർഡ് വല്ലതും ഉണ്ടാവും, ഒന്നുമില്ല. വാഷ്റൂമുണ്ട്. പിന്നെ വരുന്നത് ഒരു ബാൽക്കണിയാണ്. അടിപൊളി. കോണയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ബാണാസുര മൗണ്ടൻ വ്യൂ കേട്ടോ റിസോർട്ട്. റൂമിലെത്തിയ പാടിക്ക് പിന്നെ അരുണും മോനും കൂടിയും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിട്ടോ. പിന്നെ അവർക്ക് നേരമൊന്നുമില്ല. നേരെ അവരങ്ങോട്ട് ഇറങ്ങി ഒരു കുളി പാസ്സാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതിനേക്കാട്ടിൽ സ്പീഡിൽ തിരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന് ഒടുക്കമത്തെ തണുപ്പായിരുന്നു എന്നും പറഞ്ഞ്. ആ സമയത്ത് കുറച്ച് കോടയും തണുപ്പൊക്കെ ഉള്ളൊരു സമയമായിരുന്നു, മഴ പെയ്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ വെള്ളത്തിലിറങ്ങാനൊന്നും നിന്നില്ല. മോനും അരുണും മാത്രം ഇറങ്ങി. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ച്ചോറും ബീഫും ചിക്കനും ആയിരുന്നു കേട്ടോ. അരുണിനായിട്ട് എടുത്തതായിരുന്നേ. അരുണ് വീട്ടിലേക്ക് മക്കളെ കൂട്ടാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഉമ്മ അവന് കുറച്ച് ചോറ് പൊതിയാക്കി തന്നതായിരുന്നു. പിന്നെ 1-2 കമ്പനിക്കാരവിടെ കയറിയപ്പോൾ ഇവൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ചോറ് പിന്നെ ബാക്കിയാക്കണ്ടാലോ എന്ന് കരുതിയിട്ട് ഞാനെടുത്ത് കഴിക്കുകയാണേ. കൂടെ ഉമ്മ ഉണ്ടാക്കിയ നല്ല അടിപൊളി കണ്ണിമാങ്ങൻ്റെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മാങ്ങയാണ്, ഒട്ടുക്കമത്തെ ടേസ്റ്റ് ആയിരുന്നു. അതും കൂട്ടി ഞാൻ ചോറ് കഴിച്ചു കേട്ടോ അവിടുന്ന്. അതും കഴിഞ്ഞ് അരുണും മോനും കൂടിയും കുറച്ച് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഫ്രണ്ട് കൂടെ കൂടിയില്ല കേട്ടോ. എന്താ വെച്ചാൽ വീഡിയോയിൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ട് അവൻ എവിടെയും കൂടിയിട്ടില്ല. അവൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. ഈ നെഗറ്റീവ് ട്രോളികളെ പേടിച്ചിട്ടാട്ടോ. അങ്ങനെ അവർ മാമനും മോനും കുറച്ച് നേരം കളിച്ചു. മോന് ഫ്രീ ആയ സമയം നോക്കി പിന്നെ ഞാൻ കുറച്ച് റീലെടുത്തു കേട്ടോ. റീലൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നേ. അപ്പോൾ 1-2 റീല് രാത്രിയും എടുത്ത് ബാക്കിയൊക്കെ പകലും ആട്ടോ എടുത്തത്. അപ്പോൾ 2 രാത്രി എടുത്ത് വെക്കാൻ പോസ്റ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ റീലൊക്കെ എടുത്തു. പെരുന്നാളല്ലേ, അതിൻ്റെ കുറച്ച് വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരുണ് കുറച്ച് പടകവും വാങ്ങിയിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. അവിടെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരെയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുത്തു എന്ന് തന്നെ പറയാം. കുറച്ച് പടകവും പൊട്ടിച്ചു. കുറേ പിള്ളേർ കളിക്കുന്ന കുറേ കളി സാധനങ്ങൾ ഉണ്ടായിരുന്നു.
അതിൽ അരുണും എൻ്റെ കമ്പനിക്കാരനും ഒരുപാട് നേരം കളിച്ചു. അവനുള്ളത് കൊണ്ടാട്ടോ വീഡിയോ എടുക്കാണ്ടെന്നത്. അങ്ങനെ കുറച്ച് പടക്കവും പൊട്ടിച്ചു. അത് കഴിഞ്ഞ് നേരെ ടെറഫിൻ്റെ അകത്തേക്ക് പോയിട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണേണ്ടിയവരുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ മതിയേ. അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ബുഫേ ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ നമുക്ക്. ചിക്കൻ ശരി കുളിച്ച് നോക്കുന്നു പൊട്ടത്തിൽ കൈ വെച്ച് നോക്കിയാൽ മതി. അതിനാ മോളെ മതിടി. അത് മതി മോളെ. കുറച്ച് സാമ്പാർ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും നമ്മുടെ റൂമിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലേ ഒന്ന് കണ്ടോളൂ. അതൊന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊന്നും എടുത്ത് കണ്ടാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങിയിട്ടോ.